ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ 60 മീറ്റർ തുണി കൊണ്ട് ഒരു ഗൗൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് കേട്ടോ ഗൗണ്. അപ്പം ഞാൻ വെട്ടണത് സയനയുടെ വീട്ടിൽ ഇരുന്നിട്ടാണ്, എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ. അപ്പം ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ്, ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല അവളുടെ വീട്ടിലേക്ക്. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് തുണിയൊക്കെ വെട്ടാറ്. ഇടയ്ക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വെട്ടും, അല്ലെങ്കിൽ അകത്ത് പോയിട്ട് വെട്ടും. നമുക്ക് തുണി വെട്ടും. ഇത് പ്ലെയിൻ നെറ്റാണ്, 60 മീറ്റർ ഉണ്ട്. ഇത് അതിൻ്റെ ലൈനിങ് ആണ്. ഇത് ഞാൻ 6 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ 60 മീറ്റർ തുണി 10 വെച്ചിട്ട് മുറിച്ച് വെക്കണം. തട്ടാണ്. അപ്പോൾ 10 മീറ്റർ ഒരു തട്ടിൽ അതുപോലെ ചെയ്യണത്. അടിയിലേക്കുള്ളതിന് മാത്രം 5 മീറ്റർ വെച്ചിട്ട് നമുക്കിത് അങ്ങനെ മുറിക്കാം. അപ്പോൾ അതുപോലെ ഞാൻ ഇത് മൊത്തം 10 മീറ്റർ വെച്ചിട്ട് മുറിച്ചിട്ടും വരാം. ചിലത് ഏറ്റവും അടുത്തേക്ക് 5 മീറ്റർ വെച്ചിട്ട് വേണ്ട, അപ്പം അത് മുറിച്ചിട്ടും വരാം. ഇത് ഓരോന്ന് 5 മീറ്റർ 10 മീറ്റർ അങ്ങനെ ഞാൻ മുറിച്ച് വെച്ചേക്കണേ കേട്ടോ. അപ്പം ഞാനത് മൊത്തം 5 മീറ്ററായിട്ട് 5 മീറ്ററായിട്ടും ബാക്കി 10 മീറ്റർ വെച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പം നമുക്ക് ടോപ്പ് വെട്ടാം. അതിനുള്ള പാറ്റേൺ ഉണ്ടോ വെട്ടിയെടുത്തേക്കണം. നമുക്ക് ടോപ്പ് വെട്ടാം. അപ്പം ഞാൻ ലൈനിങ് ആണ് ഇപ്പം എടുത്തിട്ടുള്ളത്. ലൈനിങ് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. ഇപ്പൊ ടോപ്പിനുള്ളത് വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പ്ലെയിൻ നെറ്റിലും കൂടി ഇങ്ങനെ തന്നെ വെട്ടിയെടുക്കാവേ. പ്ലെയിൻ നെറ്റിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ടോപ്പായി. അപ്പൊ അടുത്തത് സ്കേർട്ടിനുള്ളത് വെട്ടാൻ പോവാണ്. ബാക്കിലേക്ക് കുറച്ച് കൂടുതൽ നീണ്ടി വെക്കണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് തുണി ഇങ്ങനെ അടിക്കാം. ഇതിങ്ങനെ അടിച്ച് കുറച്ചും കൂടി നീളം വെച്ചിട്ട് ഇതെന്തോരം വേണോ നോക്കാം. അപ്പൊ ഞാനത് തയ്ച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ തയ്ച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് നേരെ ആക്കി കാണിച്ചു തരാം. ഇത്രയും നീളം ഇതിന് കിട്ടിയിട്ടുണ്ട്. ഇതപ്പോഴത്തേനും ഞാൻ 2 മടക്കിയിട്ടാണ് തയ്ച്ചിട്ടുള്ളത്. നമുക്ക് ഇനി ഇവിടെ നിന്ന് നമുക്ക് ബേസിക് ബോഡിന്റെ ഇവിടെ എടുത്തിട്ടുള്ളത് എത്രയാണെന്ന് നോക്കാം. അവിടെ 8 ആണ്. ഞാൻ ഇനി ഇവിടെ എനിക്ക് 8
അപ്പോൾ ഗായ്സ് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചെന്നാൽ എൻ്റെ വേസ്റ്റ് 24 24 4 കൊണ്ട് ഹരിച്ചപ്പോൾ എനിക്ക് 6 കിട്ടി. 6ൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് കൂടി കൂടുതലെടുത്ത് 8 ഇഞ്ചിൽ ഞാൻ അവിടെ മാർക്ക് ചെയ്തേക്കാണ്. ഇനി താഴത്തോട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചെന്നാൽ എൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കിയിട്ട് അതാണ് കേട്ടോ മാർക്ക് ചെയ്ത് റൗണ്ടിൽ മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതിപ്പോൾ ബാക്കിലേക്കുള്ള ലൈനിങ് ആണ് കേട്ടോ വെട്ടണത്. ഫ്രണ്ടിലെ ലൈനിങ് വെട്ടിയ പോലെ തന്നെ വേസ്റ്റ് ആദ്യം തന്നെ മാർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ നീളം എത്രയാണെന്ന് നോക്കുക. പക്ഷേ ഇത് ബാക്കിലേക്ക് കുറച്ച് നീണ്ട് കിടക്കണതുകൊണ്ട് നമ്മൾ നീളം എടുത്തു വരുമ്പോൾ അതനുസരിച്ച് കൂടുതലായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഓരോ തട്ടിനും വേണ്ടതാണ് കേട്ടോ വെട്ടണം. ഞാൻ 12 ഇഞ്ച് നീളത്തിലാണ് വെട്ടിയത്. എന്താണെന്ന് വെച്ചെന്നാൽ എൻ്റെ നീളം എത്രയാണോ അതിന് 6 വെച്ച് ഹരിച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ എത്രയാണോ അതിനേൽ 2 ഇഞ്ച് കൂടുതലിട്ടിട്ടാണ് ഞാൻ ഈ വെട്ടണത്. ഇത് മൊത്തം ഒരു തട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതപ്പോൾ ഒരു തട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനൊരു 5 ലെയറെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമുക്കിതെല്ലാം അതുപോലെ തന്നെ മടക്കിയിട്ട് 12 ഇഞ്ച് നീളത്തിൽ വെട്ടിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം 10 മീറ്ററിൻ്റെ 5 മീറ്ററിൻ്റെ അതുപോലെ വെട്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി തയ്ക്കാൻ പോകാം. ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ തുണി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസമാണ് തയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും വൈകി എന്താണെന്ന് വെച്ചാൽ എനിക്ക് പുറത്തേക്ക് കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ അത് ചെയ്തിട്ട് ടൈം കിട്ടുമ്പോൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയും വൈകി. അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ 10 മീറ്ററിൻ്റെ 5 മീറ്ററിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് ഓരോ പീസ് ഇതുപോലെ നല്ല നീളത്തിൽ ഞാൻ അടിച്ചിട്ടുണ്ട്. അത് വലിച്ച് ചുരുക്കിടുകയാണ് കല്യാണം. ഇന്നലെ കയ്യിൻ്റെ നോക്കിയാലേക്ക് കൊമ്മള ഊതിയപ്പോ അങ്ങനെ കൊമ്മള ഊതിയപ്പോ വായിലേക്ക് ആ ചുണ്ട് കൊണ്ട് ഉമ്മക്കല്ലോ. ഇത് വലിയ ഓള കണ്ട എടുത്തു ഇതിപ്പോൾ ഒരു തട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു 4 ലെയറെങ്കിലും ഇതുപോലെ ചുരുക്കിയിട്ടിട്ട് വെച്ചിട്ടുണ്ടാവും. ഇത് ആദ്യം തന്നെ ഇതുപോലെ എടുത്തിട്ട് ഇത് തുന്നിയിട്ടാണ് ഞാൻ മിഷ്യത്തിയിട്ട് ഇത് അടിക്കുന്നത്. ഇതുപോലെ ഞാൻ തുന്നി എടുത്തിട്ടാണ് മിഷ്യത്തിയിട്ട് അടിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കൈ കൊണ്ട് തുന്നി വെച്ചത് ഇപ്പോൾ തയ്ക്കാൻ വേണ്ടി പോകണതാണ്. കുറച്ച് പാടുപേട് കൂടെ തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രസ്സ് മൊത്തം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഡ്രസ്സ് കാണാൻ പറ്റുള്ളത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്താ ഒന്ന് വീഡിയോ എടുത്തോ? ആ ഇങ്ങോട്ട് വാ. അപ്പം ഞാൻ ഡ്രസ്സ് മൊത്തം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഡ്രസ്സ്. ഞാൻ കണ്ടിട്ട് മനസ്സിലാവേണ്ട അനിയനെ കൊണ്ട് വീഡിയോ എടുക്കാം.
വാ. വീഡിയോ എടുക്കാം. ഇരുട്ടാണ്ട് ഇരുട്ടാണ്ട് എടി ഇരുട്ടാടി. അവിടെ നിന്നാ കേട്ടോടി. ക്യാമറ നേരെ വെക്കാൻ പോലെ യൂട്യൂബിലിടാനാണ്. പറയുന്നത് ഓഫ് വേണ്ടി ഓണാക്കിയിട്ടാണ് കളിക്കണം. നിന്റെ പുറമേറ്റ് മറ്റേ കൊടുക്കുന്നത് മാറ്റണം. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇതാണ് എൻ്റെ ഡ്രസ്സ്. 60 മീറ്ററിൽ ചെയ്ത ഡ്രസ്സാണ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇതാണ് എൻ്റെ 60 മീറ്ററിൽ ഞാൻ ചെയ്തിട്ടുള്ള ഡ്രസ്സ്. ഇനി ഇതുപോലത്തെ വീഡിയോസ് ഇടാം. എനിക്കെങ്കിലും പറയാൻ അറിയത്തില്ല. ഇത്രയുള്ളൂ. ബൈ. അപ്പോൾ ഗായ്സ് ഇതാണ് എൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇതാണ് എൻ്റെ 60 മീറ്ററിൽ ഞാൻ ചെയ്തിട്ടുള്ള ഡ്രസ്സ്. ഇനി ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. ഇതധികം എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഒന്നാമത് ഇത് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ടൈമിന് എൻ്റെ മെഷീൻ കംപ്ലൈൻ്റ് ആയിപ്പോയി. 3-4 ദിവസം എടുത്തിട്ട് ഇപ്പോൾ ചെയ്തത് വേറെ പുറത്തേക്കും കൊടുക്കാനുണ്ട്. അപ്പോൾ അതും ഇതുമൊക്കെ കൂടി നല്ല പ്രാന്തിരിക്കണേന്ന്. പിന്നെ മുതലുള്ളത് പരമാവധി മൊത്തമായിട്ട് ഞാൻ ഇടാൻ നോക്കാം. ഇന്നത്തെ എടുത്തോളൂ.